CH കുഞ്ഞമ്പു, അങ്ങേക്ക് 11 മിനിറ്റ് സംസാരിക്കാം. സർ, മത്സ്യബന്ധനം, ഗതാഗതം, വാഹന നികുതി, ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണക്കുന്നു. കഴിഞ്ഞ 8 വർഷക്കാലമായി 1ഉം 2ഉം പിണറായി സർക്കാർ കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ഒരു സർക്കാരാണ്. കേരളം ലോകത്തിന് മാതൃകയായത് നാം കഴിഞ്ഞ കാലങ്ങളിൽ നേടിയ നേട്ടങ്ങളുടെ ഫലമായിട്ടാണ്. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത്, സാമൂഹ്യക്ഷേമ രംഗത്ത്, അങ്ങനെ എല്ലാ രംഗങ്ങളിലും കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിൽ ഫിഷറീസ് വകുപ്പ് മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിയത്. അവരുടെ പ്രയാസങ്ങളെ കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് അത് പരിഹരിക്കാൻ വേണ്ടി ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി വളരെ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന ഒരു മന്ത്രിയാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ് മത്സ്യബന്ധനം. കടലോരത്തെ അവരുടെ ജീവിതവും വളരെ ദുസ്സഹമാണ്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും അധികം സംഭാവന ചെയ്യുന്ന ഒരു വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ. മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്ന കാര്യത്തിലും സാമൂഹിക പരിരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിലും LDF സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും തൊഴിലിനും വിദ്യാഭ്യാസത്തിനും സംരക്ഷണം സർക്കാർ ഉറപ്പാക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസ പദ്ധതിയായ പുനർഗേഹം മാതൃകാപരമായ ഒരു പദ്ധതിയാണ്. പ്രളയകാലത്ത് സ്വന്തം ജീവൻ നോക്കാതെ 10,000-കണക്കിന് ആളുകളുടെ രക്ഷകനായി ഓടിയെത്തിയവരാണ് മത്സ്യത്തൊഴിലാളികൾ. അതുകൊണ്ടാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മത്സ്യത്തൊഴിലാളികളെ നാടിൻ്റെ സേന എന്ന് വിശേഷിപ്പിച്ചത്. മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മുടെ കേരളത്തിൻ്റെ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെയുള്ള 560 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള കടലോരത്ത് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവിതം വരുമാനം കൊണ്ടും ജീവിത സാഹചര്യം കൊണ്ടും എല്ലാം വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു ജനവിഭാഗമാണ് അവർ. അവർക്ക് എത്ര സഹായം ചെയ്താലും മതിയാവില്ല. അവർക്ക് വേണ്ടി ധാരാളം സ്കീമുകൾ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പുനർഗേഹം തന്നെയാണ്. 2450 കോടി രൂപയുടെ പദ്ധതിയാണ് പുനർഗേഹം പദ്ധതി. ആയിരക്കണക്കിന് ആളുകൾക്ക് കടലോരത്ത് നിന്ന് കുറേയും കൂടി സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് താമസം ഉറപ്പിച്ചു. ഏത് സമയത്തും കടലാക്രമണം നേരിടുന്ന, കടൽ വിഴുങ്ങുന്ന ഒരു ജനവിഭാഗമായിരുന്നു അവർ. അവർക്ക് സുരക്ഷിതമായ ഒരു താവളമൊരുക്കലാണ് പുനർഗേഹം പദ്ധതിയിലൂടെ ചെയ്തത്. ഇതുപോലെ തന്നെ ശ്രദ്ധേയമായ മറ്റൊരു പരിപാടിയായിരുന്നു വിദ്യാധീരം പദ്ധതി. വിദ്യാധീരം പദ്ധതിയിലൂടെ കടലിൻ്റെ കൊച്ചുമക്കളെ നന്നായി പഠിപ്പിച്ചു. അതിൽ 84 വിദ്യാർത്ഥികൾ MBBSന് സീറ്റ് നേടി. 100 കണക്കിന് വിദ്യാർത്ഥികൾ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സീറ്റ് നേടുകയും വിജയിക്കുകയും ഒക്കെ ചെയ്തു. മുൻകാലത്ത് തീരെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വിഭാഗമായിരുന്നു മത്സ്യത്തൊഴിലാളിയുടെ മക്കൾ. തീരദേശത്തെ സ്കൂളുകൾ മറ്റെല്ലാ സ്കൂളുകളും ഹൈടെക് ആയതുപോലെ തന്നെ ഹൈടെക്കായി. 136 കോടി രൂപയാണ് അതിനുവേണ്ടി സർക്കാർ ചെലവഴിച്ചത്. മിക്കവാറും ഫിഷറീസ് സ്കൂളുകളെല്ലാം തന്നെ മനോഹരമായ കെട്ടിടം, അതുപോലെ തന്നെ സ്മാർട്ട് ക്ലാസ് റൂം, ലാബ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ സ്കൂളുകളായി മാറിയിട്ടുണ്ട്. തീരദേശത്തെ റോഡുകൾ 1000 കോടി രൂപക്കാണ് നിർമ്മിച്ചത്. 100 കണക്കിന് റോഡുകൾ അത് മനോഹരമായ റോഡുകളായി മാറി. ആ റോഡുകൾ ഇപ്പോൾ ഓരോ വർഷവും ഈ തീരദേശത്തുള്ള ഗ്രാമപഞ്ചായത്തുകൾക്ക് MLAമാർ നിർദ്ദേശിക്കുന്ന റോഡുകൾ അനുവദിക്കുകയാണ്. അക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്, പിന്നോക്ക ജില്ലയായ കാസർഗോഡ് പോലുള്ള സ്ഥലത്ത് പരിഗണന കുറച്ച് അധികം നൽകണം. അവിടെയാണ് ഇക്കാര്യത്തിൽ കുറേയും കൂടി ബാക്കിൽ നിൽക്കുന്നത്.
അതുകൊണ്ട് റോഡ് അനുവദിക്കുന്ന കാര്യത്തിൽ കുറച്ചും കൂടി പരിഗണന നൽകണമെന്നൊരു അഭ്യർത്ഥനയാണെന്നുള്ളത്. ശുചിത്വ സാഗരം സുന്ദര തീരം അത് അതിമനോഹരമായൊരു പദ്ധതിയാണ്. നമ്മുടെ കടൽ തീരങ്ങളെല്ലാം മാലിന്യങ്ങൾ കൊണ്ട് കൂമ്പാരം കൂടിയപ്പോൾ ഈ പദ്ധതിയിലൂടെ ആ മാലിന്യങ്ങൾ മുഴുവൻ എടുക്കാനുള്ള തീരുമാനമെടുത്തു. ജനങ്ങളെ ആകെ അണിനിരത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങി എല്ലാവരും ചേർന്നുകൊണ്ട്, ഉദ്യോഗസ്ഥന്മാരും എല്ലാം ചേർന്ന് അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ നമ്മൾ കടൽ തീരം അതിമനോഹരമായി. ടൂറിസ്റ്റുകൾക്കും അവിടെ ജീവിക്കുന്നവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും എല്ലാം കടലിന് തന്നെ അതൊരു സൗഭാഗ്യമായി മാറി. പ്രതിവർഷം 80 ലക്ഷം മെട്രിക് ടൺ മാലിന്യമാണ് അതുവഴി കടലിൽ നിന്ന് നീക്കം ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തത് എന്നതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഗതാഗതത്തെക്കുറിച്ചാണ് ഏതാനും കാര്യങ്ങൾ പറയാനുള്ളത്. പൊതുഗതാഗത സംവിധാനം അതിലേറ്റവും മികച്ചതാണ് KSRTC. KSRTC ഇല്ലെങ്കിൽ എന്താണ് നമ്മുടെ പൊതുഗതാഗതത്തിൻ്റെ സ്ഥിതി എന്നത് അപ്പോഴേ മനസ്സിലാവും. ആ KSRTCയെ സംരക്ഷിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം തന്നെയാണ്. KSRTC ഇന്ന് വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. ആ പ്രതിസന്ധിയെ പരിഹരിച്ചേ പറ്റൂ. അതിന് തൊഴിലാളികളെ വിശ്വാസത്തിലെടുക്കണം, തൊഴിലാളി സംഘടനകളെ വിശ്വാസത്തിലെടുക്കണം, അവരുമായി ചർച്ച ചെയ്യണം, അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ കൊടുക്കണം. എന്നിട്ട് വേണം അവരെ കൊണ്ട് ആ സംവിധാനത്തെ തന്നെ ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടി. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം LDFൻ്റെ 1-2 സർക്കാരുകൾ KSRTCയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വലിയ സഹായം ചെയ്തിട്ടുണ്ട്. ഏകദേശം 7000-ൽ പരം കോടി രൂപയാണ് ഇതിനകം നൽകിയത്. എന്നാൽ മുൻ സർക്കാർ 1500 കോടി രൂപയ്ക്ക് താഴെ മാത്രമേ നൽകിയിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ഈ പൊതുമേഖലാ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ LDF ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. തൊഴിലാളികൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അവരുടെ ശമ്പളം കൊടുക്കുന്നത് ഇപ്പോൾ ഗഡുക്കളായിട്ടാണ്. അങ്ങനെ വന്നാൽ അവർ ലോൺ എടുത്തിട്ടുണ്ടാവാം, അവർ മറ്റ് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാകും, അവരെങ്ങനെ അത് തിരിച്ചടക്കും, അതിനൊക്കെ പ്രശ്നമുണ്ടാകും. സ്വാഭാവികമായും ശമ്പളം ഒറ്റത്തവണയായി തന്നെ കൊടുക്കണം. അതിനാവശ്യമായ നടപടി സ്വീകരിക്കണം. ധനവകുപ്പിൽ നിന്ന് കിട്ടേണ്ടുന്ന തുക ഗഡുക്കളായി കിട്ടുന്നതിന് പകരം ഒറ്റത്തവണയായി ലഭിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം. KSRTCയെ സംരക്ഷിച്ചേ പറ്റൂ. KSRTCയിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, കൊട്ടാരക്കര, കൊല്ലം, എറണാകുളം ഭാഗത്തു നിന്നും സ്കാനിയ വോൾവോ ബസ്സുകൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. മന്ത്രിക്ക് അറിയാം നന്നായിട്ട്. അങ്ങനെ പോകുന്ന ബസ്സുകളെല്ലാം പഴയ ബസ്സുകളാണ്. കർണാടക അതിർത്തി കഴിഞ്ഞ് എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക് ഡൗൺ ആയിപ്പോയെങ്കിൽ ആളുകളെ അവിടെ ഇറക്കി വിടുകയാണ്. പിന്നെ ഒരു രക്ഷയില്ല. അതിന് പരിഹാരം കാണണമെങ്കിൽ കാസർഗോഡ് ഒരു സ്കാനിയ ബസ് സ്പെയറായിട്ട് വെക്കണം, അതല്ലെങ്കിൽ ഒരു വോൾവോ ബസ് സ്പെയറായിട്ട് വെക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ അതിനുള്ള ഒരു സംവിധാനവും ഇല്ലാത്തത് കൊണ്ട് നിരവധി തവണ ഇതിൽ യാത്ര ചെയ്ത ആളുകൾ പെരുവഴിയിലായിപ്പോയി എന്നത് KSRTCക്ക് അപമാനകരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കാസർഗോഡ് ഇപ്പോൾ ഈ KSRTCയുടെ വരുമാനമെന്ന് പറയുന്നത് കേവലം ടിക്കറ്റ് വരുമാനം മാത്രമല്ലല്ലോ, ടിക്കറ്റേതര വരുമാനം കൂടിയുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ഭൂമിയുള്ള ഒരു പ്രസ്ഥാനമാണ് KSRTC. പക്ഷേ കാസർഗോഡ് KSRTCക്ക് ഒരു ബസ് സ്റ്റേഷനുണ്ട്, തുളുനാട് ടവർ എന്നാണ് അതിൻ്റെ പേര്. അതിമനോഹരമായ വലിയ കെട്ടിടമാണ്. പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. അത് G+2 ആണ്. ആ G+2ൽ ഒന്നാമത്തെയും നിലയിൽ 20,000 സ്ക്വയർ ഫീറ്റ് ഒഴിഞ്ഞിടയ്ക്കാണ്. അവരെടുക്കാനാളില്ല. എന്താ എടുക്കാനാളില്ലാത്തതിന് കാരണം അവിടെ ഈ PWD റേറ്റാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആ റേറ്റിന് ആരും എടുക്കില്ല. അതുകൊണ്ട് റേറ്റ് ചുരുക്കി അത് മുഴുവൻ വാടക കൊടുക്കാൻ ആവശ്യമായൊരു സംവിധാനം അടിയന്തരമായി ചെയ്തില്ലെങ്കിൽ വൻ നഷ്ടം KSRTCക്ക് വരും. മാത്രമല്ല അതിൻ്റെ G3 ഉണ്ടല്ലോ, 3ാമത്തെ നില. ആ 3ാമത്തെ നിലയിൽ ഇപ്പോഴും ഫയറിൻ്റെ സംവിധാനം ശരിയായിട്ടില്ല, നമ്പറിട്ട് കിട്ടിയിട്ടില്ല. ഈ കെട്ടിടം പണിതിട്ട് 10-15 കൊല്ലമായി. ഇതുവരെ ആ 3ാമത്തെ നില ഒരു തരത്തിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അക്കാര്യത്തിൽ ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഒരു അനാവശ്യമായി കെട്ടിടം പണിതിട്ട് വെറുതെ അവിടെ ഇടുന്നു എന്നത് KSRTCക്ക് നഷ്ടമല്ലേ? അങ്ങനെ ചില കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടതുണ്ട്.
കാസർഗോഡ് KSRTC ബസ് സ്റ്റേഷൻ്റെ പ്രത്യേകത അതൊരു ഇൻ്റർസ്റ്റേറ്റ് ടെർമിനലാണ്. ആ ഇൻ്റർസ്റ്റേറ്റ് ടെർമിനൽ 32 ഷെഡ്യൂൾ കർണാടക ബസ്സും കേരള ബസ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർസ്റ്റേറ്റിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള കരാറുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബസ്സുകൾ ഓടുന്നുണ്ട്. കർണാടക ഇടയ്ക്കിടയ്ക്ക് പുതിയ ബസ് ഇടും. നമ്മളോ പഴഞ്ചൻ ബസ്സാണ് ഇപ്പോഴും ഓടുന്നത്. നമ്മുടെ ബസ് കണ്ടാൽ ആൾ കയറൂല, കർണാടക ബസ്സിൽ ആൾ ഓടി കയറും. മാത്രമല്ല നമ്മുടെ ബസ് ഒരിക്കൽ പോലും പുതിയ ബസ് ഇടാത്തതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും വഴിക്ക് ആ ബസ് കിടക്കുന്നൊരു നിലയും കൂടി ഉണ്ട്. 7 ലക്ഷം രൂപയാണ് ഒരു മാസത്തെ വരുമാനം. ആ വരുമാനം നമുക്ക് കുറയുന്ന നിലയാണുള്ളത്. ശ്രദ്ധിച്ചാൽ വരുമാനം കൂട്ടാം, ശ്രദ്ധിച്ചാൽ ആ കെട്ടിടത്തിൻ്റെ വരുമാനം കൂട്ടാം. അതിന് മന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊന്ന്, കാസർഗോഡ് ബാംഗ്ലൂർ റൂട്ടിൽ ഇപ്പോഴൊരു ബസ്സുണ്ട്. പഴയ ഒരു ബസ്സിനെ പെയിൻറ്റ് മാറ്റിയിട്ട് ഡീലക്സ് ആക്കി. ആ ഡീലക്സ് ബസ്സാണ് ഓടുന്നത്. എത്രയോ കാലമായി ആ ബസ് ആരും അതിൽ കയറാറില്ല. കാരണം കർണാടകയിൽ നിന്ന് വരുന്ന കാസർഗോഡ് ബാംഗ്ലൂർ ബസ് വളരെ സൂപ്പർ ഹൈടെക് ബസ്സാണ്. ആ ഹൈടെക് ബസ്സായതുകൊണ്ട് ഹൈടെക് ബസ്സായതുകൊണ്ട് അവർക്ക് അതിലേക്കാണ് ആളുകൾ കയറുന്നത്. അതുകൊണ്ട് അവിടെ അതിലൊരു പുതിയ ബസ് ഇടണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ നേരത്തെ മന്ത്രിക്കൊരു നിവേദനം നൽകിയിരുന്നു. ബേക്കൽ ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്റ്റോപ്പാണ് നമ്മുടെ നാഷണൽ ഹൈവേയിലെ പെരിയാട്ടടുക്കം സ്റ്റോപ്പ്. അവിടെ TT ബസ് ഒന്ന് സ്റ്റോപ്പ് അനുവദിക്കാൻ വേണ്ടി മന്ത്രിക്കൊരു നിവേദനം നൽകിയപ്പോൾ അടിയന്തരമായും അത് അനുവദിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ അനുവദിച്ചിട്ടില്ല. അത് അനുവദിച്ചു തരാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം സാർ. ഇത്രയും ചെയ്ത ഒരു ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയത് എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്, പ്രത്യേകിച്ചും പ്രതിപക്ഷക്കാർ. അവരിപ്പോൾ വല്ലാത്ത അഹങ്കാരത്തിലാണ് ഞങ്ങൾ ജയിച്ചു എന്നൊക്കെ. നിങ്ങളങ്ങനെ അഹങ്കരിക്കൊന്നും വേണ്ട. ഇന്ന് നിങ്ങൾ അഹങ്കരിക്കുന്നത് നാളെ നിങ്ങൾ ദുഃഖിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് എന്താ വലിയ നേട്ടം നേടിയത്? കഴിഞ്ഞ തവണ 18, 19, ഇത്തവണ 18. ഞങ്ങൾക്ക് ഒന്നേ ഉള്ളൂ, ശരി തന്നെയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിയെയും BJPയെയും അധികാരത്തിൽ നിന്ന് മാറ്റാനുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി മൊത്തത്തിൽ രാജ്യത്തെ ജനത ഭരണഘടന സംരക്ഷിക്കാൻ, മതേതരത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടിയെല്ലാമുള്ള വോട്ട് രേഖപ്പെടുത്തിയതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത്. ഇവിടെ UDF ചെയ്തത്, നിങ്ങൾ ജയിച്ചു എന്ന് പറയുമ്പോഴും മുരളിയെ നിങ്ങൾ തോൽപ്പിച്ചില്ലേ? 1 ലക്ഷത്തോളം വോട്ട് നിങ്ങൾ BJPക്ക് ദാനം ചെയ്തിട്ടല്ലേ ആ മുരളിയെ തോൽപ്പിച്ചത്? മുരളിയുടെ സഹോദരിയെ നിങ്ങൾ നേരത്തെ BJPക്ക് ദാനം ചെയ്തില്ലേ? ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ BJPയെ ജയിപ്പിക്കുന്ന കാര്യത്തിൽ മുമ്പും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും നിങ്ങൾ BJPയെ ജയിപ്പിക്കുന്ന പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഒറ്റ കാര്യം ലീഗിനിപ്പോൾ ഭയങ്കര ഒരു ഭയങ്കരമായ അഹങ്കാരം കയറിയിട്ടുണ്ട്. ലീഗിനൊരു അഹങ്കാരം കയറിയിട്ടുണ്ട്. ആ ലീഗുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളോട് പറയാനുള്ളതറിയോ? ഒന്ന്, ഒരു കാര്യം, നിങ്ങളെ STPIയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും നിങ്ങളെ ഹൈജാക്ക് ചെയ്തു. ബഹുമാനപ്പെട്ട മെമ്പറെ, ജമാഅത്തെ ഇസ്ലാമി ഹൈജാക്ക് ചെയ്തു. ഒരു വർഗീയ വിജയമാണ് നിങ്ങൾ നേടിയത്. അതിൽ അഹങ്കരിക്കൊന്നും വേണ്ട. അതാണ് പറയുന്നത്. നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ദുഃഖിക്കും. ഇവിടെ ചെങ്കൊടി ഉള്ളത് കൊണ്ട് മാത്രമാണ്